നമസ്കാരം, സിറ്റിയൂസിലേക്ക് സ്വാഗതം. കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് സർക്കാരും വ്യാപാര വ്യവസായ മേഖലയിലെ സംരംഭകനും ഒറ്റക്കെട്ടായി നിന്നാൽ കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗം കൂടുമെന്ന് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ജനുവരി 11-12 തീയതികളിൽ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന്റെ ഭാഗമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ സഹകരണത്തോടെ നടത്തിയ മുഖാമുഖം സദസ്സാണ് കണ്ണൂരിന്റെ വികസന കുതിപ്പിനുള്ള ചർച്ചാവേദിയായി മാറിയത്. മുഖാമുഖം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ കൂടുതൽ ആരംഭിക്കാൻ സർക്കാരിന്റെ സഹായത്താൽ വ്യാപാരി വ്യവസായികളും ശ്രമിക്കണമെന്നും അതുവഴി കൂടുതൽ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മുഖാമുഖം സദസ്സ് അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒന്നിച്ച് കൈകോർത്താൽ കണ്ണൂർ നഗരത്തിൽ വികസന വളർച്ചയിലൂടെ വൻ മുന്നേറ്റം സാധ്യമാക്കാനാകുമെന്ന് മേയർ പറഞ്ഞു. ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇന്നും തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ വിദേശത്തേക്ക് ഒഴുകി പോവുകയാണ്. അന്യ സംസ്ഥാനത്തേക്ക് വിദേശത്തൊക്കെയായി ഒഴുകി പോവുകയാണ്. അപ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ ഇനിയൊരു 10-15 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 50-60 വയസ്സിനും ശേഷമുള്ള ആളുകൾ മാത്രമായി പോകുക എന്നുള്ള ഒരു ഭീതിജനകമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്നത് തന്നെ. അവിടെയാണ് ഒരു തദ്ദേശ സ്ഥാപനം, അതിനെ തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ നമുക്കുണ്ടാവുന്ന രീതിയിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് വ്യത്യസ്ത തൊഴിലവസരങ്ങൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാനും അത് ഇന്ത്യയിലെയും വിദേശത്തൊക്കെയുള്ള കമ്പനികളെ അവരുടെ മുമ്പായി സമർപ്പിക്കാനും അവർക്ക് ആവശ്യമുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ അതൊക്കെ നേടിയെടുക്കാനും സാധ്യമാകുന്ന രീതിയിൽ 100-ലധികം കമ്പനികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. ഗ്ലോബൽ ജോബ് ഫെയറിൽ വിദേശ കമ്പനികളെ കൊണ്ടുവരുന്നത് വഴി മറ്റൊരു വികസന ഇടനാഴി കൂടിയാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. പഠനത്തോടൊപ്പം ജോലി എന്ന ആശയത്തിൽ ഊന്നി പാർട്ട് ടൈം ജോലി നൽകാനും ഗ്ലോബൽ ജോബ് ഫെയർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനായി വ്യാപാരി വ്യവസായികളുടെ സഹകരണം അനിവാര്യമാണെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. ആവശ്യമായ തൊഴിൽ നൈപുണ്യമുള്ളവരെ ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചേംബർ സെക്രട്ടറിയും വിദ്യാഭ്യാസ സംരംഭകനുമായ സി അനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ഉദ്യോഗാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചല്ല പല സംരംഭകരും തൊഴിൽ നൽകുന്നതെന്ന് വ്യവസായി ടി.പി. അബ്ബാസ് ഹാജി പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകാൻ സംരംഭകർ തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി സി മനോഹരൻ പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളം, അഴീക്കൽ ഫോർട്ട് എന്നിവയിലൂടെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അബ്ദുൾ ഖാദർ പനക്കാട് പറഞ്ഞു. പഠനത്തിനും ജോലിക്കുമായി മറ്റിടങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ കണ്ണൂർ ജില്ലയിൽ തന്നെ കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി കെ വി സലീം പറഞ്ഞു. സർക്കാരിന്റെ സഹകരണത്തോടെ നിരവധി സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതകൾ ഉണ്ടെന്നും അത് ഉപയോഗപ്പെടുത്താൻ സംരംഭകർ തയ്യാറാകണമെന്നും KSSIA ജില്ലാ പ്രസിഡന്റ് സി അബ്ദുൽ കരീം വ്യക്തമാക്കി. തൊഴിലില്ലായ്മ, തൊഴിലിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് യുവത്വം നേരിടുന്ന പ്രശ്നമെന്ന് ഫ്യൂമ ഫൗണ്ടർ പ്രസിഡന്റ് KP രവീന്ദ്രൻ പറഞ്ഞു. വ്യവസായ കേന്ദ്രം ജില്ലാ ജനറൽ മാനേജർ KS അജിമോൻ, ചേംബർ പ്രസിഡന്റ് TK രമേശ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. സംരംഭക വർഷത്തിൽ കോർപ്പറേഷനിൽ 2392 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞെന്നും ഇതിലൂടെ 6409 തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിച്ചെന്നും അജിമോൻ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര ആമുഖ ഭാഷണം നടത്തി. ചേംബർ ട്രഷറർ നാരായണൻകുട്ടി, ഹാഷിബ് മാമു, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സുരേഷ് ബാബു എളിയാവൂർ, MP രാജേഷ്, സിയാദ് തങ്ങൾ, VK ശ്രീലത, ഷാഹിന മൊയ്തീൻ, കോർപ്പറേഷൻ കൗൺസിലർമാർ, വിവിധ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ മുഖാമുഖത്തിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.